കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മൈക്രോ ആർക്കിടെക്ചർ ആൻഡ് പെർഫോമൻസ്. ഡിഫൈൻ മൈക്രോ ആർക്കിടെക്ചർ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ഇറ്റ് ഫ്രം ISA. മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറിൻ്റെ ഫിസിക്കൽ ഇംപ്ലിമെൻറ്റേഷനാണ്. ISA ഡിഫൈൻസ് ദ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസസ്. ISA എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. മൈക്രോ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ഡേറ്റ പാത്സ്, ലോജിക് ഗേറ്റ്സ് ആൻഡ് ടൈമിംഗ് യൂസ് ടു എക്സിക്യൂട്ട് ദോസ് ഇൻസ്ട്രക്ഷൻസിനെയാണ് ISA ഡിഫൈൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മൈക്രോ ആർക്കിടെക്ചേഴ്സ് ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ സെയിം ISA. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ CPU പെർഫോമൻസ് ഇക്വേഷൻ. CPU പെർഫോമൻസിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പെർഫോമൻസ് ഈസ് മെഷേർഡ് ബൈ ദ എക്സിക്യൂഷൻ ടൈം ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് time is equal to instruction count into CPI into clock cycle time. ഇൻസ്ട്രക്ഷൻ കൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രോഗ്രാമാണ്. CPI സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആവറേജ് സൈക്കിൾസ് നീഡഡ് പെർ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇനി ക്ലോക്ക് സൈക്കിൾ ടൈം എന്ന് പറയുന്നത് ടൈം ഫോർ വൺ ക്ലോക്ക് പൾസിനെയാണ് ക്ലോക്ക് സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. സിംഗിൾ സൈക്കിൾ പ്രോസസ്സേഴ്സ്. വാട്ട് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ സിംഗിൾ സൈക്കിൾ ഡേറ്റ പാത്ത്? ഒരു സിംഗിൾ സൈക്കിൾ ഡേറ്റ പാത്ത് എക്സിക്യൂട്ട്സ് ആൻ എൻറ്റയർ ഇൻസ്ട്രക്ഷൻസ് ഇൻ വൺ ക്ലോക്ക് സൈക്കിൾസ്. ഒരു എൻറ്റയർ ഇൻസ്ട്രക്ഷനെ വൺ ക്ലോക്ക് സൈക്കിളിലായിരിക്കും സിംഗിൾ ഡേറ്റ പാത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കീ കോമ്പണൻസ് എന്ന് പറയുന്നത് PC, പ്രോഗ്രാം കൗണ്ടർ, ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷൻ മെമ്മറി, സ്റ്റോർസ് ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്, രജിസ്റ്റർ ഫയൽ ഇസ് എ ഹൈ സ്പീഡ് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫോർ ഓപ്പറൻസ്. ALU നമുക്കറിയാം, പെർഫോംസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഫങ്ഷൻസ്. ഡേറ്റ മെമ്മറി യൂസ്ഡ് ഫോർ ലോഡ് ആൻഡ് സ്റ്റോർ ഓപ്പറേഷൻസ്. Why is a single cycle processor inefficient? The clock cycle must be long enough to accommodate the slowest instruction. ഒരു ക്ലോക്ക് സൈക്കിൾ ലോങ് ഇനഫ് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ലോവസ്റ്റ് ഇൻസ്ട്രക്ഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫാസ്റ്റർ ഇൻസ്ട്രക്ഷന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, അതായത് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റില്ല ഫാസ്റ്റർ ഇൻസ്ട്രക്ഷൻസിന്. അതായത് പ്രൊസസ്സർ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് ദ സ്ലോവസ്റ്റ് കോമ്പണൻറ്റ്. ഏറ്റവും സ്ലോവസ്റ്റ് കോമ്പണൻറ്റിൻ്റെ സ്പീഡിലായിരിക്കും പ്രൊസസ്സർ റൺ ചെയ്യുന്നത്. ഇത് പുവർ ക്ലോക്ക് ഫ്രീക്വൻസിയും വേസ്റ്റഡ് ഹാർഡ്വെയർ പൊട്ടൻഷ്യലിനും കാരണമാകുന്നു. പൈപ്പ്ലൈൻ്റെ പ്രോസസ്സേഴ്സ്. ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ 5 സ്റ്റേജസ് ഓഫ് എ റിസ്ക് പൈപ്പ്ലൈൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. 5 സ്റ്റേജ് പൈപ്പ്ലൈൻ അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം വരുന്നത് ഈ പോർഷനിൽ നിന്നായിരിക്കും. ഒന്നാമത്തത് IF, ഇൻസ്ട്രക്ഷൻ ഫെച്ച്. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തെടുക്കുക. ഇനി ഡീകോഡ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, ഇൻ്റർപ്രറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റീഡ് രജിസ്റ്റേഴ്സ്. നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുക. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ALU അവിടെ ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നു. ഇനി മെമ്മറി എന്താ ചെയ്യുന്നത്? ആക്സസ് ഡേറ്റ മെമ്മറി ഇഫ് റിക്വയർഡ്. ഡേറ്റ മെമ്മറി റിക്വയർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നതാണ് മെമ്മറി യൂസ് ചെയ്തിട്ട്. റൈറ്റ് ബാക്ക്, നമുക്ക് കിട്ടിയ റിസൾട്ടിനെ രജിസ്റ്റർ ഫയലിലേക്ക് എഴുതുന്നതിനാണ് നമ്മൾ റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. വാട്ട് ആർ ഡേറ്റ ഹസാർഡ്സ് ആൻഡ് ഹൗ ആർ ദി സോൾവ്ഡ്? ഡേറ്റ ഹസാർഡ്സ് ഒക്കർ ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ അതിൻ്റെ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ടിനെ ഒക്കർ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്കുമായിരിക്കും. അതൊരു പ്രീവിയസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഈ പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രീവിയസ് പ്രോഗ്രാമിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഡേറ്റ ഹസാർഡ് ഒക്കർ ചെയ്യും. ഫോർവേഡിങ് അല്ലെങ്കിൽ ബൈപാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ അല്ലെങ്കിൽ മെമ്മറി സ്റ്റേജിലുള്ള റിസൾട്ടിനെ ഡയറക്റ്റ്ലി ALUവിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനെയാണ് ഫോർവേഡിങ് അല്ലെങ്കിൽ ബൈപാസിംഗ് എന്ന് പറയുന്നത്. സ്റ്റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിങ് ദ പൈപ്പ് ലൈൻ അൺടിൽ ദ ഡേറ്റ ഈസ് റെഡി ഇൻ ദ രജിസ്റ്റർ ഫയൽ. രജിസ്റ്റർ ഫയലിൽ ഡേറ്റ വരുന്നത് വരെ നമ്മൾ പൈപ്പ് ലൈനിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് സ്റ്റാളിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ കൺട്രോൾ ഹസാർഡ്സ് ആൻഡ് ബ്രാഞ്ച് പ്രഡിക്ഷൻ. കൺട്രോൾ ഹസാർഡ്സ് അറൈസ് ഫ്രം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് വെയർ ദ നെക്സ്റ്റ് അഡ്രസ് ഈസ് അൺനോൺ. ഒരു നെക്സ്റ്റ് അഡ്രസ്സ് അൺനോൺ ആയിട്ടുള്ള ബ്രാഞ്ച് അഡ്രസ്സിങ്ങിനെയാണ് നമ്മൾ കൺട്രോൾ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഫ്ലഷിംഗ്, ഡിസ്കാർഡിങ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പൈപ്പ് ലൈൻ ഇഫ് എ ബ്രാഞ്ച് ഗസ് വാസ് റോങ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിന് ഫ്ലഷിംഗ് എന്ന് പറയും. ഇനി ബ്രാഞ്ച് പ്രഡിക്ഷൻ, ഗസ്സിങ് ദ ഔട്ട്കം ടു കീപ് ദ പൈപ്പ് ലൈൻ ഫുൾ. ഒരു പൈപ്പ് ലൈനിനെ ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്കത്തിനെ ഗസ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രാഞ്ച് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിംഗിൾ സൈക്കിളും പൈപ്പ് ലൈനിൻ്റെയും കമ്പയർ ചെയ്തിട്ടുള്ളൊരു ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സൈക്കിളിൽ ത്രൂപുട്ട് ലോ ആയിരിക്കും, പൈപ്പ് ലൈനിൽ ഹയർ ആയിരിക്കും. സിംഗിൾ സൈക്കിളിൽ ലേറ്റൻസി ലോവർ ആയിരിക്കും, പൈപ്പ് ലൈനിൽ സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും.
സിംഗിൾ സൈക്കിളിൽ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോ ആയിരിക്കും, പൈപ്പ് ലൈനിൽ ഹൈ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്.